കത്തിക്കാൻ പോവാ. ആയിക്കോട്ടെ. എല്ലാരും ഒന്ന് ഇറങ്ങി നിൽക്കണം. കുറച്ചുകൂടെ പൊറോട്ട ഒന്ന് മാറിക്കോ. നോക്കി നിൽക്കാതെ പൊറോട്ട മാറിക്കേ. തെറ്റി. പ്രേമ, ഓ ഇനി എന്ത് സംഭവിക്കാൻ? ആ ബോംബ് അവിടെ നിന്ന് മാറ്റി അത് തന്നവന്റെ തല അവിടെ വെട്ടിവെക്കണം. വാസുദ, അവനിവിടെ വരാൻ ഞാനാണ് കാരണം നോക്കുമ്പോ എന്തെങ്കിലും ഒന്ന് ആലോചിക്കണ്ടേ? എന്താലോചിക്കാനാ? ജീവൻ തിരിച്ചു കിട്ടട്ടെ ആദ്യം, എന്നിട്ട് മതി ആലോചനകളൊക്കെ. നമുക്ക് എങ്ങനെയെങ്കിലും അവനെ ആശുപത്രിയിൽ എത്തിക്കാൻ നോക്കാം വാസുണ്ണ. എങ്ങനെയാ അങ്ങനെ കിടക്കുന്ന ഒരുത്തിനും കൊണ്ട് രണ്ട് ചൂട് വെക്കുന്നു? അവന്റെ അമ്മയെ അറിയിക്കണ്ടേ? എന്തെങ്കിലും ഒന്ന് പറയാനോട്. ജീവൻ തിരിച്ചു പിടിക്കാൻ രക്തമല്ലി കൂട്ടെടുക്കണം. അതിന് 4 മരുന്നുമുറകൾ ഇനിയും കഴിയണം. അത് കഴിയാൻ അർദ്ധരാത്രി എങ്കിലുമാകും. അതുവരെ വെളുപ്പാങ്കാലാവുമ്പോ പറയാം. സോമാജി വൈദ്യരും സ്വപ്നഭൂമിയിലെ മരുന്നുകളും ഒരവസാന ശ്രമം നടത്തുകയാണ്. ഒന്നും പറയാനായിട്ടില്ല. ഇവിടെ ഒരു ജീവിതം നിലനിർത്താൻ വേണ്ടി സ്വന്തം ജീവൻ മറന്ന് കളിച്ചവനാണ് അവൻ. ആ നാടിമിടിപ്പ് നിലയ്ക്കാൻ പാടില്ല. എല്ലാം മറന്ന് ഊണുറക്കവും ഉപേക്ഷിച്ച് സ്വപ്നഭൂമിയിലെ എല്ലാ മനസ്സുകളും സുന്ദരകില്ലാടിക്ക് വേണ്ടി നൊന്ത് പ്രാർത്ഥിക്കണം. ദേവി അനുഗ്രഹിച്ചില്ല, അതുകൊണ്ടല്ലേ. മരണത്തിന്റെ വായിൽ നിന്ന് ആ കൊച്ചനെ തിരിച്ചിങ്ങെടുത്തു. ഇനി 150 നാഴിക കഴിയുമ്പോൾ പൂർണ്ണ ആരോഗ്യത്തോടെ പൂർവാധികം തേജസ്സോടെ ഒരു പോറൽ പോലും ഇല്ലാതെ അവൻ തിരിച്ചു വരും. ഒക്കെ ഇവിടുത്തെ പരമ്പരാഗത ഔഷധങ്ങളുടെ സിദ്ധിയാണ്.
പിന്നെ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും. ഞങ്ങളൊന്ന് കണ്ടോട്ടെ. ആയിക്കോളൂ. ഓ, ഇനി അവിടെ ഒരാളുടെ ജോലിയേ ഉള്ളൂ, ദേവയാനിയുടെ. ശല്യാകണ്ട. ചാക്കാലയുടെ വായിൽ വരെ പോയിന്നാ പറയണത്. പക്ഷെ ഞാനൊന്നും അറിഞ്ഞില്ല. ആണൊരുത്തിന് ആദ്യമായി തൊട്ട പെണ്ണിനെ പോലെയാ ഈ മണ്ണും. കൈ തട്ടി മാറ്റി, അത്രേ സംഭവിച്ചുള്ളൂ. നിനക്കിപ്പോഴും തമാശ. ഓരോ മാത്രയിൽ ചത്തോണ്ടിരുന്നത് ഞങ്ങളാ. ഞാൻ എപ്പോഴും പറയാറില്ലേ വാസോണ്ണ, എന്നെ സഹായിക്കാൻ പരലോകത്തൊരു ശക്തി ഉണ്ടെന്ന്. എന്റെ അച്ഛൻ. ഇപ്പോ ഇവിടെ ഇഹലോകത്തൊരു ശക്തിയുണ്ട്. ആ വാസോണ്ണ, ഓ, വേറെ ആർക്കൊന്നും പറ്റിയില്ലല്ലോ. മണ്ണ് തൊട്ടതിന്റെ ദേഷ്യം സ്വപ്നഭൂമി നിന്നോടാ തീർത്തത്. വേറെ ആർക്കൊരു പോറല് പോലും പറ്റിയിട്ടില്ല. അതാ അതിശയം. ആ പാറ മുഴുവൻ പൊട്ടി മാറിയോ? അത് മൂടോടൊക്കെ പിഴുത് മാറിയിരുന്നടാ. ഒരു 10-70 കുട്ട പാറച്ചില് മാറ്റിയാ മതി, പിന്നെയും മണ്ണ. നീ ഇവിടുന്ന് എഴുന്നേറ്റ് വരുമ്പോഴേക്ക് ഞങ്ങൾ അതൊക്കെ ക്ലീൻ ആക്കിയിട്ടേക്കാം. ഈ സ്വപ്നഭൂമി അതിന്റെ മാറ് ചുരുത്തുന്നത് കണ്ടിട്ടേ നിന്നെ ഇവിടുന്ന് വിടൂ എന്ന് വാശി പിടിച്ചവനാണ് ഞാൻ. ഞങ്ങളെല്ലാവരും കൂടെ നിന്നോട് തെറ്റ് ചെയ്യായിരുന്നു എന്നെനിക്കിപ്പോ ബോധ്യമായി. അതുകൊണ്ട് ഈ കാലിൽ തൊട്ട് ഞാനൊന്ന് മാപ്പ് പറഞ്ഞോട്ടെ. അയ്യോ, ആരോഗ്യമൊക്കെ തിരിച്ചു കിട്ടിക്കഴിഞ്ഞ് പണിമതിയാക്കി പോകുന്നു എന്ന് പറഞ്ഞ് നീ ഇറങ്ങിയാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനായിരിക്കും. നിന്റെ അമ്മയുടെ മനസ്സൊന്ന് നൊന്താൽ ഈ സ്വപ്നഭൂമിയിലെ പൂർവികർക്ക് പോലും പുണ്യനഷ്ടമായി പോകും. അതുകൊണ്ട് കില്ലാടി പൊക്കോളൂ. ഇവിടെ ഒരു വലിയ മാറ്റത്തിന് കൊതിച്ച ഈ ഗണനാഥൻ സന്തോഷത്തോടെ തോൽക്കുകയാണ്, പിന്മാറുകയാണ്. ഗണനാഥൻ പറഞ്ഞത് കേട്ടില്ലേ? ഞാൻ പോണോന്ന്. പോണോ? പോണം, പോയേ തീരൂ. ഇനിയും ഒരു അപകടം ഉണ്ടായി ഞാൻ മരിച്ചു പോകുന്നുള്ള പേടി കൊണ്ടാണേൽ ഞാൻ പോവില്ല. അതല്ല, ഞാൻ നിന്ന ദേവയാനിക്ക് ഇവിടുത്തെ ആചാരങ്ങളൊക്കെ തെറ്റിക്കേണ്ടി വരുമെന്നാണെങ്കിൽ ഞാൻ പോയേക്കാം. ഒരിക്കലും ഇവിടുത്തെ ആചാരങ്ങളൊന്നും ഞാൻ തെറ്റിക്കില്ല. ശരി, അങ്ങനെയാണെങ്കിൽ ഞാൻ പോവില്ല, തീർച്ച. അതൊക്കെ പിന്നെ ആലോചിക്കാം. ഇപ്പൊ കിടന്നുറങ്ങിക്കോളൂ. മരുന്നുകളുടെ കൂട്ടുകാരി ഉറക്കം. ഉറങ്ങിക്കോളൂ. ലേശു ശാസിച്ചെന്നെ പറയുന്നതെന്ന് കരുതിക്കോ. ഉറങ്ങ ഉറങ്ങ. അയ്യോ, അങ്ങനെയല്ല, ശരിക്കും ഊന്നി നടക്കണം. ഓ, എന്തൊന്നേ പറയണേ? ഞാൻ നോക്കിയേ, ഈ കാലിന് കുഴപ്പമില്ല, എന്റെ ഈ കാലിന് കുഴപ്പമില്ല, ചാടുമ്പോ ഒരു കുഴപ്പമില്ല. എന്നിട്ട് ഞൊണ്ടമാരെ പോലെ രാവിലെ തുടങ്ങി മുടഞ്ഞു മുടഞ്ഞിങ്ങനെ നടത്തിക്കാം. അല്ല, ദേവയാനിക്ക് ഒരു നാണോ ഇല്ല ഈ അപരിഷ്കൃതമായ ചികിത്സക്ക് കൂട്ടി നിൽക്കാൻ? അപരിഷ്കൃതമായ ബോംബിൽ നിന്നും ജീവനിങ്ങ് പിടിച്ചു തന്നത് ഞങ്ങളുടെ വൈദ്യമാ, അത് മറക്കണ്ട. നേരെ പിടി. ഈ 7 ദിവസം കൊണ്ട് ഞാൻ ഇത്രയും ഭേദമായതിന്റെ രഹസ്യം വേറെയാ. എന്താ അത്? എന്റെ ഡോക്ടർ ദേവയാനി ആയതുകൊണ്ടും ദേവയാനിക്ക് എന്നെ ഇഷ്ടമാണെന്ന് പരിപൂർണ വിശ്വാസമുള്ളത് കൊണ്ടും എന്റെ മനസ്സം കീഴ്പ്പെട്ട് വരികയായിരുന്നു പെട്ടെന്ന് ഭേദമാകാൻ. ശരിയല്ലേ? അല്ല. എന്നുവെച്ചാ ദേവയാനിക്ക് എന്നെ ഇഷ്ടമല്ലെന്നർത്ഥം? ഇല്ലാന്ന് ഞാൻ പറയില്ല, ഇഷ്ടമാ. പക്ഷെ അത് കില്ലാടിക്കുട്ടി കരുതുന്ന പോലുള്ള ഇഷ്ടമൊന്നുമല്ല. ഈ മുഖത്ത് നോക്കി പറയാമോ ദേവയാനിക്ക് ഈ കില്ലാടിക്കുട്ടിയോട് ഒന്നുമില്ലാന്ന്? മുഖത്ത് നോക്കി, കണ്ണി നോക്കി, ഈ ആകാശത്ത് നോക്കി പറയാലോ എനിക്കൊന്നുമില്ലാന്ന്. വെറുതെ കളി എടുക്കല്ലേ എന്റെ ദേവയാനിക്കുട്ടി. ഉറങ്ങുമ്പോഴും എനിക്ക് പൂച്ചയുടെ കണ്ണുകളാ, കടവാതിലിന്റെ ചെവികളാ. കഴിഞ്ഞ രാത്രികളില് ഞാൻ ഉറങ്ങിക്കിടക്കാണെന്ന് കരുതി എന്റെ കട്ടിലിൽ വന്നിരുന്നതും പിന്നെ എന്നെ കെട്ടിപ്പിടിച്ചതും
എന്റെ നെഞ്ചിൽ മുഖം ചേർത്ത് തലോടിയതും ഒക്കെ ഞാൻ അറിഞ്ഞില്ലെന്ന വിചാരം. തെറ്റിദ്ധരിച്ചിരിക്കുന്നു എനിക്കും തോന്നി. രോഗിയുടെ നാഡികളുടെ തളർച്ച മാറ്റാൻ 6 രാത്രികളിൽ വിധിപ്രകാരം ചെയ്യേണ്ട ഉഴിച്ചല് പോലുള്ളൊരു ക്രിയ അത്. ആണിന് പെണ്ണും പെണ്ണിന് ആണുമാണ് ചെയ്യേണ്ടത്. മനസ്സ് പതറാതെ മറിച്ചൊന്നും നനയ്ക്കാതെ ചെയ്യണം. വാ. അപ്പോ ദേവയാനിക്ക് എന്നോട് ഒന്നുമില്ല? ഇല്ല. ശരി, ഞാൻ കാണിച്ചുതരാം. എന്നാ കാണിച്ചുതരാം. നിക്ക്. എന്തേ കാണിക്കുന്നേ? നിക്ക്. നിക്കുന്നേ. അയാളെന്താ ഇങ്ങനെ ദേഷ്യം പിടിച്ചു പോകുന്നത്? ഒന്നുമില്ല, ഞാൻ ചെല്ലട്ടെ. നിക്കേ, ഈയിടെയായിട്ട് എന്നോടൊന്ന് വർത്താനം പറയാൻ പോലും നിന്നു വരാറില്ലല്ലോ. ഞാൻ പോട്ടെ. നിന്റെയും മരുത്താലിന് ക്ഷമ നശിക്കാറായിട്ടുള്ളൂ കേട്ടോ. എത്രയും പെട്ടെന്ന് ആ ചികിത്സയും കഴിക്കണം. പിന്നെ നമ്മുടെ ചികിത്സാ രീതികളെ കുറിച്ച് അയാളോട് വിശദമായിട്ടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അല്ലെങ്കിൽ അയാൾ വെറുതെ തെറ്റിദ്ധരിക്കും. ഞാൻ പോട്ടെ പൂവനണ്ണ. ഇവിടെ പോവാ. അല്ല, ആരാ ഇത്? വരൂ. നടക്കാറൊക്കെ ആയി നിറഞ്ഞു. ഇരിക്കൂ. കുറച്ചു ദിവസമായി ഉള്ളിൽ കിടന്ന് വല്ലാതെ വീർപ്പ് മുട്ടുന്ന ഒരു കാര്യം പറയാനാ ഞാനിപ്പോ വന്നത്. അന്ന് കണ്ടപ്പോ എന്നോടുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞില്ലേ, ഒക്കെ ഭേദമായ പിന്നെ ഇവിടെ നിൽക്കണ്ട, കിണർ പണി നിർത്തി പൊക്കോളാൻ. അതേ സ്നേഹം കൊണ്ട് തന്നെ ആ പറഞ്ഞത് തിരിച്ചെടുക്കണം. എന്തെല്ലാം തടസ്സങ്ങൾ ഉണ്ടായാലും ആ കിണർ എനിക്ക് കുഴിക്കണം. വെള്ളം കണ്ടില്ലെങ്കിൽ ആ മണ്ണിൽ കിടന്ന് മരിക്കുന്നവരെ കുഴിക്കണം. ഒക്കെ ഒരു നിയോഗം പോലെ തോന്നുന്നു. അന്ന് പോകാൻ പറഞ്ഞെങ്കിലും ഇങ്ങനെ അനുമതി ചോദിച്ചു വരുമെന്ന് എനിക്കറിയാമായിരുന്നു. നന്ദി പറയേണ്ടത് ഞാനാണ്. തുടങ്ങിക്കോളൂ. ദേവു ഇയാളെ ഇങ്ങനെ കറങ്ങാൻ വിട്ടിരിക്കുക? എളുപ്പം നടന്നെങ്കിൽ പോന്നു. എത്ര ദിവസം കൂടിയാണ് ചികിത്സ? 5 ദിവസം. രക്തമല്ലിക്കൂട്ട് ഫലവത്തായതിന്റെ ഒരു ആഘോഷമുണ്ട്. ചികിത്സ തീരും മുമ്പ് അത് നടത്തണം. പൊക്കോളൂ.